जय बोल सद्गुरुनाथ महाराज की जय. ஓடிவா வா கண்ணா ஓடக்குழலூரி காடெல்லாம் பையத்தேடி பலராமனும் பலருமாய். ஓடிவா வா கண்ணா ஓடக்குழலூரி காடெல்லாம் பையத்தேடி பலராமனும் பலருமா. கீழிக்கார் கூந்தல் கெட்டில் முல்ல மாலையும் மேலே சாத்தி குங்கும பொட்டு தொட்டு கள்ள புஞ்சிரி தூவி தூவே. ஓடிவா வா கண்ணா குழலூரி காடெல்லாம் பையத்தேடி பலராமனும் பலருமா. பட்டு கோபினங்கெட்டி நல்ல மஞ்ச பூஞ்சேல சுத்தி காலில் சீலம்பணிஞ்சோ கையில் காலி மேய்ക്കുന്ന கோலும். ஓடிவா ஓடக்குழலூரி காடெல்லாம் பையத்தேடி பலராமனும் பலருமா. பாலைக்கா மோதிரவும் வனமாலையும் சார்த்தி கண்ணன் ஏலசும் பொன்றிலம்பும் பொன்னின் கிங்கினியும் கிலுக்கி. ஓடிவா வா கண்ணா ஓடக்குழலூரி காடெல்லாம் பையத்தேடி பலராமனும் பலருமா. ഉന്നിക്കാൽ കൊണ്ടു താളം മെല്ലെ വച്ചു നടന്നു കണ്ണൻ പുണ്യമാമമ്പാടിയും പരിപൂർണമാമമ്പാടിയും. ഓടിവാ വാ ഓടക്കുഴലൂരി കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബലരും. അമ്പാടി തന്നിലുള്ള കൊച്ചു കണ്ണനെ കണ്ടിടുകിൽ ജന്മം സഫലമാകും നര ജന്മം സഫലമാകും. ഓടിവാ കണ്ണാ ബലരാമനും വേദാന്ത പൊൻകതിരേ എൻ്റെ ആനന്ദത്തിൻ കുഴമ്പേ പാദാരവിന്ദം തൊഴാം എനിക്കാധാരം നീയേ ദേവാ. ഓടിവാ കണ്ണാ ഓടക്കുഴലൂരി കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബലരുമാ. ഓടിവാ വാ കണ്ണാ ഓടക്കുഴലൂരി കാടെല്ലാം പയ്യത്തേടി ബലരാമനും ബലരുമാ. ബലരാമനും ബലരുമാ ബലരാമനും ബലരുമായി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ. എട്ടാമത്തെ സ്കന്ധത്തിൽ മന്വന്തരം എന്ന പേരുള്ള ലക്ഷണമാണ് വർണ്ണിക്കുന്നു. മന്വന്തരാണു കഥ. മന്വന്തരം പറയുന്നത് ഒരു കാലത്തിൻ്റെ അളവാണ്. മൊത്തം 14 മന്വന്തരങ്ങളാണ്. ഇപ്പോൾ 6 മന്വന്തരം കടന്നുപോയി നമ്മളിപ്പോൾ ഇരിക്കുന്നത് 7ാമത്തെ മന്വന്തരത്തിലാണ്. സ്വായംഭുവ, സ്വാരോചിഷ, ഉത്തമ, താമസ, റൈവത, ചാക്ഷുഷം 6 മന്വന്തരം കടന്നുപോയി. 7ാമത്തെ മന്വന്തരത്തിൽ 28ാമത്തെ കലിയുഗത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഒരു മന്വന്തരത്തിൽ 71 ചതുർയുഗങ്ങളാണ്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇത് 4 ചേരുമ്പോൾ ഒരു ചതുർയുഗം. നമ്മൾ സങ്കല്പത്തിൽ ചൊല്ലാറുണ്ട് സപ്തമേ വൈവസ്വത മന്വന്തരേ അഷ്ടാവിംശതിതമേ കലിയുഗേ. 28ാമത്തെ കലിയുഗത്തിലാണ്. നമ്മുടെ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കലിയുഗത്തിൻ്റെ മുമ്പുള്ള ദ്വാപരയുഗത്തിലാണ് ശ്രീകൃഷ്ണൻ അവതാരം ചെയ്തു. ശ്രീകൃഷ്ണൻ്റെ ദ്വാരക കൊട്ടാരമൊക്കെ ഇപ്പോഴും കടലിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ പോയി കാണാൻ പാകത്തിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു തണ്ണീരുടെ ഉള്ളിൽ ചെന്ന് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ദ്വാപരയുഗത്തിൻ്റെ മുമ്പിലുള്ള ത്രേതായുഗത്തിലാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു അവതരിച്ചു. അദ്ദേഹം കെട്ടിയ പാളമൊക്കെ നമുക്ക് ഇപ്പോഴും സമുദ്രത്തിൻ്റെ ഉള്ളിൽ ഉണ്ട്. രാമേശ്വരത്തിൽ പോയാൽ കാണാം. ഇങ്ങനെ നമ്മുടെ ഭാഗ്യം. ഈ 28ാമത്തെ കലിയുഗത്തിൽ ജനിച്ചത് നമ്മുടെ ഭാഗ്യം തന്നെയാണ്. ഇപ്പോൾ ഓരോരോ മന്വന്തരങ്ങളുടെ കാലം വർണ്ണിക്കുമ്പോൾ ഓരോരോ മന്വന്തരത്തിലും ഭഗവാൻ എന്തൊക്കെയാണ് അവതാരം ചെയ്തു ഇവിടെ വർണ്ണിച്ചു. ആദ്യം സ്വായംഭുവ മന്വന്തരത്തിൽ യജ്ഞൻ എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചു. സ്വയംഭുവനുടെ ആദ്യത്തെ പെൺകുട്ടിയുടെ പേരാണ് ആകൂതി. ആകൂതി എന്ന പേരുള്ള പെൺകുട്ടിയെ രുചി എന്ന പേരുള്ള മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു.
വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ എന്ത് പറഞ്ഞു, ഈ കുട്ടിക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ ഉണ്ണിയെ എനിക്ക് ദത്ത് തരണം. പണ്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. ആൺകുട്ടികൾ ഇല്ലാത്തവർ എന്ത് ചെയ്യും, തൻ്റെ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ അസ്യാമിയോ ജായതേ പുത്ര സനഃപുത്രോ ഭവേദിതി, ഇവൾക്കുണ്ടാകുന്ന ഉണ്ണി നമ്മൾ രണ്ടുപേരുടെ സന്താനമായി ഇരിക്കട്ടെ. കാരണം രണ്ടുപേർക്കും കർമ്മങ്ങൾ ചെയ്യാൻ ആൾ വേണ്ടേ, ഒരു ആൺകുട്ടി വേണ്ടേ. അങ്ങനെ പെൺകുട്ടിയെ കൊടുക്കാറുണ്ട്. അങ്ങനെ ആൺകുട്ടി ഇല്ലാത്തവരാണ് പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇവൾക്ക് ഉണ്ടാവുന്ന ഉണ്ണി നമ്മൾക്ക് രണ്ടുപേർക്കും കർമ്മങ്ങൾ ചെയ്യട്ടെ, നമ്മുടെ രണ്ടുപേരുടെ ഉണ്ണിയായി ആവട്ടെ എന്ന് പറയാറുണ്ട്. ഇവിടെ സ്വയംഭൂമന് രണ്ട് ആൺകുട്ടികൾ ആദ്യം തന്നെ ഉണ്ട്. സ്വയംഭൂമന് പ്രിയവ്രതൻ ഉത്താനപാതൻ രണ്ട് കുട്ടികളുണ്ട്. എന്നിട്ടും പെൺകുട്ടി വിവാഹം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇവൾക്കും ഉണ്ടാവുന്ന ഉണ്ണി എനിക്കും ഉണ്ണിയായി വരട്ടെ. എന്താ കാരണം, തൻ്റെ പെൺകുട്ടിക്ക് ഭഗവാൻ ജനിക്കാൻ പോകുന്നു പണ്ടേ അറിഞ്ഞു. അദ്ദേഹം അറിഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തു. അവിടെ ഭഗവാൻ യജ്ഞൻ എന്ന പേരിൽ അവതരിച്ചു. ഈ അവതാരത്തിൽ സ്വന്തം മുത്തശ്ശനായ സ്വയംഭൂമനുവിനെ രക്ഷിച്ചു. കാരണം ഈ സ്വയംഭൂമനുവും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ശതരൂപ രണ്ടുപേരും നൈമിഷാരണ്യ ക്ഷേത്രത്തിൽ ഇപ്പോഴും അവർ തപസ് ചെയ്ത സ്ഥലമുണ്ട്. അവിടെ തപസ് ചെയ്യുന്ന സമയത്ത് ചില രാക്ഷസന്മാർ അവിടെ വന്നു. അവരൊക്കെ ഇവിടെ സ്വയംഭൂമനു പറഞ്ഞ ദിവ്യ സ്തോത്രം പറയുന്നുണ്ട്. ഏന ചേതയതേ വിശ്വം വിശ്വം ചേതയം യോജാഗർത്തിശയാനേസ്മിന്നായം തം വേദ വേദസഹാം ആത്മാവാസ്യമിദം വിശ്വം യത്കിഞ്ചിത് ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീഥാമാകൃത കസ്യ സ്വിദ്ധനം. ഈശാവാസ്യ ഉപനിഷത്ത് 18 ഉപനിഷത്തിൽ 10 പ്രധാന ഉപനിഷത്താണ്. 108 ഉപനിഷത്തുണ്ട്. പ്രധാനമായിട്ട് 10 ആദിശങ്കരൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഉപനിഷത്താണ് ഈശാവാസ്യം. അതിൻ്റെ പെരുമ എന്താണെന്ന് ചോദിച്ചാൽ 18 മന്ത്രങ്ങളാണ്. ആ 18 മന്ത്രങ്ങളാണ് 18 പടിയായിട്ട് സങ്കല്പിക്കുന്നു ശബരിമലയിൽ. കാരണം അതൊക്കെ ആ ഉപനിഷത്ത് വഴി കൂടി പോയാൽ തത്വമസി ആ ബോധം നമുക്ക് ഉണ്ടാവും. ആ സങ്കല്പത്തിലാണ് അവിടെ 18 പടി വെച്ചിട്ടുണ്ട്. അതിൽ പറയുമ്പോൾ ഈശാവാസ്യമിതം സർവം എന്നാണ് മന്ത്രം തുടങ്ങുന്നു ഈശാവാസ്യ ഉപനിഷത്തിൽ. അതേ മന്ത്രത്തിൻ്റെ അർത്ഥമാണ് ഇവിടെ ആത്മാവാസ്യമിതം വിശ്വം എന്ന് തുടങ്ങി അദ്ദേഹം സ്തുതിക്കുന്ന സമയത്താണ് ഭഗവാൻ അദ്ദേഹത്തിനെ രക്ഷിച്ചു. പിന്നെ സ്വാരോചിഷ മന്വന്തരത്തിൽ 2ാമത്തെ മന്വന്തരത്തിൽ ഭഗവാൻ വേദശിരസ് എന്ന പേരുള്ള ഋഷിക്കും തുഷിത എന്ന അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിക്കും വിഭു എന്ന പേരിൽ അവതരിച്ചു. തസ്യാം യജ്ഞേ തതോ ദേവോ വിഭുരിത്യഭിവിശ്രുതഃ 88 സഹസ്രാണി മുനയോ യേ ധൃതവ്രതഃ അന്വശിക്ഷൻ വ്രതം തസ്യ കൗമാര ബ്രഹ്മചാരിണഃ. 88 സഹസ്രാണി 88,000 ഋഷീശ്വരന്മാർക്ക് ബ്രഹ്മചര്യ വ്രതം ഉപദേശിച്ചു കൊടുത്തു. ഇപ്പോൾ ബ്രഹ്മചാരി പറഞ്ഞാൽ വിവാഹം കഴിക്കാത്ത ആളാണ് ബ്രഹ്മചാരി വിചാരിച്ചിരിക്കും. അത് കല്യാണം കഴിക്കാത്ത ആൾ ബ്രഹ്മചാരി പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ മോഹമുണ്ട്, പെണ്ണ് കിട്ടിയിട്ടില്ലേ, അതുകൊണ്ട് ബ്രഹ്മചാരിയായിരിക്കുന്നു. ബ്രഹ്മചര്യം പറഞ്ഞാൽ ബ്രഹ്മണീ ചരതി, എപ്പോഴും മനസ്സ് ബ്രഹ്മത്തിലിരിക്കുന്നവരാണ്, എപ്പോഴും വേദം പഠിച്ചിരിക്കുന്നവരാണ്, ഭഗവാനെ ധ്യാനിച്ചിരിക്കുന്നവരാണ് ബ്രഹ്മചാരി. അത് ഭഗവാൻ ഇവിടെ അവർക്ക് ഉപദേശിച്ചു. പിന്നെ 3ാമത്തെ മന്വന്തരം അവിടെ ഭഗവാൻ ധർമ്മസ്യ സൂണ്ടൃതായാന്തു ഭഗവാൻ പുരുഷോത്തമ. സൂണ്ടൃത എന്ന ദേവിക്കും ധർമ്മനുക്കും സത്യസേനൻ എന്ന പേരിൽ അവതരിച്ചു. ജാത സത്യവ്രതൈസ്സഹ. ഈ അവതാരത്തിലാണ് ഭഗവാന് സത്യനാരായണൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. സത്യനാരായണ പൂജ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പൗർണമി വെളുത്ത വാവ് ദിവസം മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടകയിലൊക്കെ സത്യനാരായണ പൂജ വളരെ പ്രധാനമാണ്. സത്യനാരായണ പൂജ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, സത്യം പറയണം. സത്യം, ചില ആൾ സത്യനാരായണ വ്രത പൂജ ഒക്കെ ചെയ്യും, പിന്നെ വായ തുറന്നാൽ നുണയെ പറയുള്ളൂ. അത് പാടില്ല. സത്യനാരായണ പൂജ പറഞ്ഞാൽ സത്യം പറയുന്നതാണ് സത്യനാരായണ പൂജ. ഈ അവതാരത്തിൽ അനൃതവ്രത ദുശ്ശീലാൻ, നുണ പറഞ്ഞ ദുഷ്ടന്മാരെ വധിച്ചു. കള്ളം പറഞ്ഞവരെ വധിച്ചു പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം വന്നാൽ ഇപ്പോൾ നമ്മുടെ തലമൊക്കെ പോകും. നമ്മളെല്ലാവരും കള്ളം പറയുന്നവരാണ്. ചിലപ്പോൾ നമ്മൾ സപ്താഹത്തിൽ ഇരുന്നിങ്ങ് ഉറങ്ങിപ്പോവും.
അടുത്ത ആൾ തൊട്ട് വിളിച്ച് ഉറങ്ങിയോ ചോദിച്ചാൽ ഇല്ലയേ പറയും. ഞാൻ വെറുതെ കണ്ണടച്ച് ഇങ്ങനെ ആടിയതാണ്. ഇങ്ങനെ പറയുന്ന അസത്യം ഭഗവാൻ കുഴപ്പമില്ല, അത് ക്ഷമിച്ചോളും. ചില ആളുകൾ കോടതിയിൽ കയറി ഭഗവത്ഗീത പുസ്തകം തൊട്ട് ഞാൻ പറയേണ്ടത് മുഴുവൻ സത്യമാണെന്ന് കള്ളസാക്ഷി ആരാണ് പറയുന്നുവോ അവരൊക്കെ ഭഗവാൻ വധിക്കും. അനൃതം വ്രതം, അനൃതം തന്നെ വ്രതമായിട്ടിരിക്കുക ദുശ്ശീലന്മാരുണ്ടല്ലോ, അവരൊക്കെ ഭഗവാൻ വധിച്ചു എന്നിവിടെ പറയുന്നു. പിന്നെ 4ാമത്തെ മന്വന്തരത്തിൽ ഹരിണി ഹരിമേധസ് ദമ്പതിമാർക്ക് ഹരി എന്ന പേരിൽ അവതരിച്ചു, ഗജേന്ദ്രനെ രക്ഷിച്ചു പറഞ്ഞപ്പോഴാണ് ഗജേന്ദ്രമോക്ഷം വിസ്തരിച്ച് പറയണേന്ന് പ്രാർത്ഥിക്കുന്നു. ബാദരായന ഏതത്തെ ശ്രോതുമിച്ഛാമഹേ വയം ഹരിനിയഥാ ഗജപതിം ഗ്രാഹഗ്രസ്തമമൂമുചത്. സാധാരണ കഥ പറയുന്ന ആൾക്കാരാണ് കഥയുടെ മാഹാത്മ്യമൊക്കെ പറയുള്ളൂ, ഈ കഥയുടെ ഫലശ്രുതി. ഇവിടെ പരീക്ഷിച്ചതിനെ ആദ്യം ഫലശ്രുതി പറഞ്ഞുകൊണ്ടാണ് ഇത്രയും പെരുമയുള്ള കഥ എനിക്ക് പറഞ്ഞു തന്നെ പറയുന്നു. തത് കഥ സുമഹത് പുണ്യം, ഭഗവാന്റെ കഥയിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. പുണ്യം, മഹത് പുണ്യം, സുമഹത് പുണ്യം. പിന്നെ ഗജേന്ദ്രമോക്ഷം കേൾക്കുന്നവർക്ക് ധന്യം, നല്ല പണം കിട്ടും. പണം പറഞ്ഞാൽ നല്ല പണം, വൈറ്റ് മണി, ബ്ലാക്ക് മണി ഇല്ലേ, നല്ല പണം ഉണ്ടാവും. ആ പണം കൊണ്ട് നല്ല സത്കാര്യത്തിന് ചിലവാകുന്ന പണം ഉണ്ടാവും. ഇങ്ങനെ സപ്താഹത്തിനും അന്നദാനത്തിനും നവീകരണ കളശത്തിനും ഒരു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പാവപ്പെട്ടവരുടെ ഒരു ഔഷധം വാങ്ങി കൊടുക്കണം. ഇങ്ങനെ നല്ല ചിലവുള്ള പണം നമുക്ക് ഉണ്ടാവും. ധന്യം, സ്വസ്ഥയനം, ശുഭം. പിന്നെ നല്ല ഗുണം വേണം. ധന്യൻ പറഞ്ഞാൽ അർത്ഥം അനപേക്ഷോ ഗുണൈ പൂർണ്ണ, നല്ല ഗുണം ഉണ്ടാവും. ഈ ഗജേന്ദ്രമോക്ഷം വിസ്തരിച്ച് പറയുന്നതിന് പ്രാർത്ഥിച്ചപ്പോഴാണ് 3 അധ്യായങ്ങളിൽ വർണ്ണിക്കുന്നു. ആസീത് ഗിരിവരോ രാജൻ ത്രികൂടൈരി വിശ്രുതകാ ക്ഷീരോദേനാവൃത ശ്രീമാൻ യോജനായുധം ഉച്ഛ്രിതകാ. ഭാഗവതത്തിൽ ആദ്യം ഗജേന്ദ്രൻ്റെ കഥ പറഞ്ഞിട്ട് പിന്നെ ഗജേന്ദ്രൻ ആണയാവാൻ എന്താണ് കാരണം അവൻ്റെ പൂർവ്വജന്മകഥ ഫ്ലാഷ് ബാക്ക് പോലെ പിന്നിലാണ് വർണ്ണിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല കഥ. അതുകൊണ്ടാണ് ഭട്ടത്തിരി തുടങ്ങുമ്പോൾ തന്നെ നേരിട്ട് ഗജേന്ദ്രൻ്റെ പൂർവ്വജന്മ കഥയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജ ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിത് ത്വത്സേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാതിഥ്യകാമം. ഇന്ദ്രദ്യുമ്നൻ പേരുള്ള പാണ്ഡ്യരാജാവ് വിഷ്ണുവിനെ പൂജിക്കാനായിരുന്നു. വിഷ്ണു പൂജയ്ക്ക് എന്തൊക്കെ വേണോ എല്ലാം റെഡിയാക്കി വെച്ചു. ചന്ദനം, കുങ്കുമം, മണി, ശംഖ്, വിളക്ക്, തുളസിപ്പൂ എല്ലാം റെഡിയാക്കി വെച്ചു. പക്ഷേ വിഷ്ണു പൂജയ്ക്ക് ആദ്യം എന്താണ് വേണ്ടോ അത് എടുക്കാൻ മറന്നു. വിഷ്ണു പൂജയ്ക്ക് വേണ്ടത് ആദ്യം എന്താണ്? വിനയമാണ് വേണ്ടത്. വിനയമില്ലാതെ അഹങ്കാരത്തോട് പൂജിക്കാൻ തുടങ്ങി. അങ്ങനെ പൂജിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ അവിടെ പറഞ്ഞു. സയേകദാരാധന കാല ആത്മവാന് ഗൃഹീതമൗനം വ്രത ഈശ്വരം ഹരിം ജടാധരസ്താപസ ആപ്ലുതോച്യുതം സമർച്ചയാമാസ കുലാചലാശ്രമഃ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ അവിടെ വരണം. ഗുരുനാഥൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പൂജ നിർത്തി ഗുരുനാഥനെയാണ് വന്ദിക്കണം. അത് മനസ്സിലായിട്ടില്ല ഇന്ദ്രജിമനക്ക്. എൻ്റെ പൂജ കണ്ടോട്ടെ ഗുരുനാഥൻ. അങ്ങനെ കണ്ണടച്ചിരുന്ന ആൾ ഗുരുനാഥനെ കണ്ടപ്പോൾ ഇടുക്കി കണ്ണടച്ചു. എൻ്റെ ഭക്തി കണ്ടോട്ടെ. ഇത് കണ്ടപ്പോഴാണ് ഗുരുനാഥൻ വിചാരിച്ചു, ഇങ്ങനെ പൂജിച്ച് ഭഗവാനെ പ്രാപിക്കാൻ കുറേ സമയം എടുക്കില്ലേ, അതുകൊണ്ട് ഷാർട്ട് കട്ടിൽ പറഞ്ഞു വിടാൻ തീരുമാനിച്ചു. ഇങ്ങനെ യഥാഗജ സ്തബ്ധമതിസയേവ, ആണയെപ്പോലെ മതിച്ചിരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ആണയായിട്ട് പോയിക്കോളൂ എന്ന് ശാപം കൊടുത്തു. ശാപം കിട്ടിയപ്പോൾ നമസ്കരിച്ചു. അപ്പോൾ അദ്ദേഹം അനുഗ്രഹിച്ചു, ഭഗവാൻ നിൻ്റെ തൃക്കരം സ്പർശിക്കുമ്പോൾ, നിൻ്റെ തുമ്പിക്ക സ്പർശിക്കുമ്പോൾ മുക്തിക്കുണ്ടാവും എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ അഗസ്ത്യൻ്റെ ശാപമേറ്റ ഇന്ദ്രദ്യുമ്ന രാജാവാണ് പാലാഴിയിൽ നടുക്ക് ഒരു മല, ത്രികൂടം എന്ന പേരുള്ള മല, 3 കൊടുമുടികൾ, 3 ശിഖരങ്ങൾ ഉള്ളതാണ്. 3 ശിഖരത്തിലും ബ്രഹ്മ, വിഷ്ണു, ശിവൻ 3 പേർക്ക് അമ്പലമൊക്കെ ഉണ്ട്. ബ്രഹ്മണോമേ ശിവസ്യച. 3 കൊടുമുടികളും 3 ധാതുക്കൾ കൊണ്ട് നിർമ്മിച്ചതായിരിക്കുന്നു. ഒന്നിൽ സുവർണം,
രൗപ്യ ആയസ ഹിരൺമയൈഹി. സുവർണം, വെള്ളി, ഇരുമ്പ്, ഇങ്ങനെ 3 ധാതുക്കൾ ഉള്ള 3 കൊടുമുടികളാണ്. ഇതൊക്കെ സത്വരജസ്തമോ ഗുണമായിട്ടിൻ്റെ പ്രതീകമാണ്. ആ കാട്ടിൽ ഗജേന്ദ്രൻ സുഖമായിട്ട് ജീവിക്കുന്നു. ഈ ഗജേന്ദ്രനെ കണ്ടാൽ ദുഷ്ടമൃഗങ്ങളൊക്കെ പേടിച്ചു ഓടും. യത് ഗന്ധമാത്രാധരയോ ഗജേന്ദ്രാഃ വ്യാഘ്രാദയോ വ്യാലമൃഗാഃ ഖഡ്ഗാഃ മഹോരഗാശ്ചാപി ഭയാദ്രവന്തി സഗൗരകൃഷ്ണാഃ ശരഭാഃ ചമര്യാഃ. ദുഷ്ടമൃഗങ്ങൾക്ക് പേടിച്ചു ഓടും. പക്ഷേ സാധുമൃഗങ്ങൾ പേടിക്കാറില്ല. മാൻ, മുയൽ, പശുക്കളൊക്കെ ധൈര്യമായിട്ട് വരും. പിന്നെ ദുഷ്ടന്മാരെ വിരട്ടി സജ്ജനങ്ങളെ രക്ഷിക്കുന്ന യഥോക്ത ഒരു രാജ്യഭരണമാണ് അവിടെ നടത്തുന്നു ഗജേന്ദ്രൻ. പക്ഷേ എന്തായി, പെട്ടെന്ന് അവിടെ വെള്ളത്തിൻ്റെ ക്ഷാമം വന്നു. മഴയില്ലാതായി. നമ്മളൊക്കെ കുറച്ച് വെള്ളം കുളിച്ചാൽ മതി. ആണയ്ക്കൊക്കെ ഒരു ബക്കറ്റ് കുടിക്കാൻ തന്നെ വേണം. നമുക്ക് ഒരു ബക്കറ്റ് കൊണ്ട് കുളിക്കാം. അപ്പോൾ ആണയ്ക്കത് പോരാ. അപ്പോൾ എല്ലാ ആണുങ്ങളും സങ്കടം പറഞ്ഞപ്പോൾ ഗജേന്ദ്രൻ തുമ്പിക്ക ഉയർത്തി നിന്ന് ഘ്രാണിച്ച് നോക്കുമ്പോൾ ദൂരത്തിൽ താമരയുടെ മണം കിട്ടി. ജിഘ്രൻ വിദൂരാൻ മതവിഹ്വലേക്ഷണ. താമരയുടെ മണം കിട്ടിയപ്പോൾ മനസ്സിലാക്കി ഇവിടെ അടുത്ത് കുളമുണ്ട്. അങ്ങനെ ആളുകൾക്ക് നല്ല ബുദ്ധിശക്തിയുണ്ട്, നല്ല ഓർമ്മശക്തിയും കൂടിയാണ്. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ഓർമ്മയ്ക്കും. പിന്നെ 10 കൊല്ലം കഴിഞ്ഞ് അയാൾ വന്നാൽ അപ്പോൾ തന്നെ അതിൻ്റെ ശിക്ഷ കിട്ടും. അങ്ങനെ ആണയ്ക്ക് കൂടുതൽ ബുദ്ധിശക്തിയും കൂടുതലാണ്. അതുകൊണ്ടാണ് അന്വേഷിച്ച് പുറപ്പെട്ടു. കൃത്യം ആ താമരക്കുളത്തിൽ വന്ന് സുഖമായിട്ട് ഈ ആണ കുളിച്ചിരിക്കുമ്പോഴാണ് ആ കുളത്തിൻ്റെ ഉള്ളിൽ ഒരു മുതല. ആ മുതല ആരാണ്? ഹൂഹു എന്ന പേരുള്ള ഗന്ധർവൻ ദേവല മഹർഷിയുടെ ശാപമേറ്റ് ഇവിടെ മുതലയായി കിടക്കുന്നു. അദ്ദേഹം ഇവിടെ കുളിച്ച് സന്ധ്യാവദനം ചെയ്യുന്ന സമയത്ത് കാല് പിടിച്ചു വെള്ളത്തിൻ്റെ ഉള്ളിൽ വലിച്ചു. അപ്പോൾ അദ്ദേഹം മുതലയാണെന്ന് വിചാരിച്ചു. പിന്നെയാണ് ഗന്ധർവൻ മനസ്സിലായപ്പോൾ ശാപം കൊടുത്ത് മുതലയായിക്കൊള്ളൂ. പിന്നെ മാപ്പ് ചോദിച്ചപ്പോഴാണ് ഭഗവാന്റെ തൃച്ചക്രസ്പർശം കിട്ടുമ്പോൾ നിന്റെ ശാപം നീങ്ങും. അപ്പോൾ ഭഗവാൻ ആലോചിച്ചു, എന്തായാലും ആനയുടെ കൈ പിടിക്കണമെങ്കിൽ ചക്രം ഒന്ന് വച്ചിട്ട് വേണം. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു, എന്തായാലും മുതലയ്ക്ക് ചക്രം പ്രയോഗം നടത്തണ്ടേ. അപ്പോൾ ആനയും മുതലയും കൂട്ടിച്ചേർത്തു ഭഗവാൻ. അപ്പോൾ മുതലയ്ക്ക് ചക്രപ്രയോഗം നടത്താം, കൈ ഫ്രീ ആവും, ആനയുടെ കൈയും പിടിക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം വന്നാൽ 2 ആൾക്കും കൂടി മോക്ഷം കൊടുക്കാൻ സാധിക്കും. ഭഗവാന്റെ കാര്യം അങ്ങനെയാണ്. ഒരു പ്രാവശ്യം വന്നാൽ 10 കാര്യം ചെയ്യും. നമ്മളൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി 10 പ്രാവശ്യം ഇങ്ങനെ പോകും. ആദ്യം മുറിയിൽ കയറി എന്തിനാ കയറി മറന്നു, പിന്നെ വീണ്ടും പ്രശ്നം, സാധനം എടുക്കാൻ മറന്നു, ഇങ്ങനെ പോയി വരും. ഭഗവാൻ അങ്ങനെയില്ല. ഒരു പ്രാവശ്യം വന്നാൽ ഏകകാര്യാർത്ഥമാഗത്യ കോടികാര്യം ചകാരഹ എന്നാണ് ഗർഗഭാഗവതത്തിൽ പറയുന്നു. അങ്ങനെ ഭഗവാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഈ കുളത്തിൽ 1000 ആനകളാണ് ഇവിടെ കുളിച്ചിരിക്കുന്നു. പക്ഷേ കൃത്യം ഗജേന്ദ്രൻ്റെ കാല് പിടിച്ചു ഈ മുതല് പിടിച്ച് ഉള്ളിലേക്ക് വലിച്ചു. ആന പുറത്തേക്ക് വലിക്കുന്നു. ഇങ്ങനെ 1000 കൊല്ലം കഴിഞ്ഞു. ബാക്കി ആനകളൊക്കെ കുറച്ച് സഹായിച്ചു, പിന്നെ ഉപേക്ഷിച്ചു പോയി. അപ്പോഴാണ് ഗജേന്ദ്രൻ വിചാരിച്ചു, നമ്മളെ ഒരു ദൈവം രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, ആ ദൈവനെ ഞാൻ നമസ്കരിക്കുന്നു. തുടങ്ങി ഒരു 28 ശ്ലോകം കൊണ്ട് സ്തുതിക്കുന്നു. ആന എങ്ങനെ ശ്ലോകം പഠിച്ചു എന്ന് ചോദിക്കരുത്. കാരണം ഈ ആന പൂർവ്വജന്മത്തിൽ പഠിച്ചതാണ്. പ്രാഗ്ജന്മണി അനുശിക്ഷിതം എന്നോട് പറയുന്നത്. പൂർവ്വജന്മത്തിൽ പഠിച്ച ശ്ലോകമാണ് അത്. അതിൻ്റെ അർത്ഥപ്പം മനസ്സുകൊണ്ട് സ്മരിക്കുന്നു. അപ്പോൾ ആനയായതുകൊണ്ട് ശ്ലോകം ചൊല്ലാൻ വയ്യ, ഒരു ശബ്ദം എന്തെങ്കിലും പ്രവർത്തിക്കും. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിൽ വിചാരിക്കുന്നു. അത് മനസ്സിലാക്കി ശുകാചാര്യൻ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമോ ഭഗവതേ തസ്മൈ യത ഏതച്ചിദാത്മകം പുരുഷായ ആദിബീജായ പരേശായ വിധീമഹി. നമോ ഭഗവതേ തസ്മൈ. ആ ഭഗവാനുക്ക് ഞാൻ നമസ്കരിക്കുന്നു. ആ ഭഗവാൻ ഉള്ളതിൻ്റെ തെളിവ് എന്താണ് ചില ചോദിക്കും. ഭഗവാൻ ഉണ്ടോ, എന്താണ് തെളിവ്? എന്താണ് തെളിവ് ചോദിച്ചാൽ ഞാൻ കഥ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതാണ് തെളിവ്. ആ ഭഗവാൻ എൻ്റെ ഉള്ളിലില്ലെങ്കിൽ എന്നെ കൊണ്ട് കഥ പറയാനാവുന്നില്ല. ഭഗവാൻ നിങ്ങളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ ഇറങ്ങി പുറപ്പെട്ടാൽ എന്താവും? പിന്നെ നിങ്ങൾ കഥ കേൾക്കാൻ വയ്യ. പിന്നെ 4 ആളുകൾ വരും, 2 ആൾ കൈ പിടിക്കും, 2 ആൾ കാല് പിടിക്കും, ആംബുലൻസിൽ കയറ്റും. അപ്പോൾ മനസ്സിലാവും കഥ പറഞ്ഞത് ആരാണ്, കഥ കേട്ടത് ആരാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇരുന്ന് കഥ പറയിപ്പിക്കുന്നതും നിങ്ങളുടെ ഉള്ളിൽ ഇരുന്ന് കഥ കേൾപ്പിക്കുന്നതും ആ ഭഗവാനാണ്. ചൈതന്യ രൂപത്തിൽ ഉള്ളിൽ വർത്തിക്കുന്നു. യഥയേത ചിദാത്മകം. ആ ചൈതന്യം ഇപ്പോൾ ഡോക്ടർമാർക്ക് കിട്ടുന്നില്ലേ? കിട്ടിയാൽ പിന്നെ മരിച്ചവർക്കൊക്കെ ചൈതന്യ സൂചി കുത്തി ജീവിപ്പിക്കാമായിരുന്നു.
പ്രാണൻ വരെ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ വൈദ്യന്മാർക്ക് പ്രാണൻ്റെ കുഴപ്പം വരുമ്പോൾ കുറച്ച് ഓക്സിജനൊക്കെ കൊടുത്ത് പ്രാണൻ കൊടുക്കും. ഓക്സിജൻ ഉള്ളത് കൊണ്ട് കൂടുതൽ കൊടുക്കാനും പറ്റില്ലേ. അത്യാവശ്യം പത്രത്തിൽ കയ്യൊപ്പ് എടിയിക്കുന്നത് വരെ വയ്ക്കും. പിന്നെ എടുക്കാമല്ലേ, എടുത്താൽ പിന്നെ കഥ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നു, ആ ചൈതന്യം ഭഗവാൻ ഉള്ളിൽ നിന്ന് നമ്മൾ ചൈതന്യ രൂപത്തിൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണം. ചിതാത്മകം. അതുകൊണ്ടാണ് ഭഗവാന്റെ പേര് പുരുഷൻ പേര്. പുരുഷായ, പുരുഷൻ പറയാൻ എന്താ കാരണം? പുറം പറഞ്ഞാൽ ഈ ശരീരമാകുന്ന പുറത്തിൽ അന്തര്യാമിയായി വർത്തിക്കുന്നത് കൊണ്ടാണ് പുരുഷൻ. പുരുഷായ ആദിബീജായ പരേശായാഭി ധീമഹി തുടങ്ങി വലിയ സ്തോത്രമാണ്. ഈ ഗജേന്ദ്രൻ്റെ സ്തുതി കേട്ടപ്പോൾ ദേവന്മാർക്ക് ഗജേന്ദ്രൻ രക്ഷിക്കാൻ ഓടിയെത്തി. കാരണം ഒരു ആന സങ്കടപ്പെടുമ്പോൾ രക്ഷിക്കാൻ തോന്നില്ല എല്ലാവർക്കും. അങ്ങനെ ഇന്ദ്രൻ, ചന്ദ്രൻ, വരുണൻ, വായു, കുബേരൻ എല്ലാവരും വന്നു. ഗജേന്ദ്രനെ രക്ഷിക്കാൻ വന്നപ്പോൾ ഗജേന്ദ്രൻ പറഞ്ഞു, ഈ മുതലിൽ നിന്നും രക്ഷിച്ചാൽ പോരാ. ജിജീവിഷേ നാഹമിഹാമിയാക്കും. ഇന്ന് ഈ മുതലിൽ നിന്നും രക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളെ വേറെ കുളത്തിൽ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ വേറെ മുതല കാല് പിടിക്കും. അതുകൊണ്ട് ഈ ആണ ശരീരത്തിൽ നിന്നും എനിക്ക് മുക്തി വേണം, മോക്ഷം വേണം ചോദിച്ചപ്പോഴാണ് ദേവന്മാർക്ക് അത് കൊടുക്കാൻ വയ്യ. മോക്ഷമിച്ചേ ജനാർദ്ദനാഥ്. ഓരോരോ ദേവന്മാർക്ക് ഓരോരോ സാധനമേ കൊടുക്കാൻ പറ്റുള്ളൂ. ആരോഗ്യം വേണമെങ്കിൽ സൂര്യനെ ഉപാസിച്ചാൽ മതി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സൂര്യ നമസ്കാര ശ്ലോകം. പക്ഷെ ആ കാണുന്നുണ്ടോ സംശയം. എല്ലാ ദിവസവും പഠിച്ചാൽ നല്ലതാണ്. ആദിത്യഹൃദയം വാൽമീകി രാമായണത്തിൽ അതൊരു 30 ശ്ലോകമുണ്ട്. അതുകൊണ്ട് ചുരുക്കി അവിടെ നമ്മൾ കിളിപ്പാട്ട് രാമാനുജാചാര്യൻ അദ്ദേഹം രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചൊല്ലിയാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാകും. ആരോഗ്യം ഭാസ്കരാദിച്ഛേത്, ശ്രിയമിച്ഛേത് ഹുതാസനാത്. ധനം വേണമെങ്കിൽ അഗ്നിയെ ഉപാസിക്കണം. വീട്ടിൽ എന്തെങ്കിലും ഹോമം, ഗണപതി ഹോമോ എന്നിങ്ങനെ ഹോമങ്ങൾ നടത്തണം. അപ്പോൾ അഗ്നിയെ ഉപാസിക്കുമ്പോൾ ധനം ഉണ്ടാവും. അതേപോലെ ശങ്കരാത്ത് ജ്ഞാനം അന്വിച്ചത്. ജ്ഞാനം വേണമെങ്കിൽ ദക്ഷിണാമൂർത്തിയെ ഭഗവാനെ ഉപാസിക്കണം. മോക്ഷം വേണമെങ്കിൽ മോക്ഷമിച്ച് ജനാർദ്ദനാഥ്, ഗുരുവായൂരപ്പനിൽ നിന്നാണ് കിട്ടും. അപ്പോൾ മോക്ഷം വേണം പറഞ്ഞപ്പോൾ ദേവന്മാർ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് അത് പറ്റില്ലേ, നാഹം നാഹം നചാഹം. അപ്പോൾ ദേവന്മാർക്ക് എന്ത് ചെയ്തു? ഗജേന്ദ്രൻ്റെ ഒപ്പം അവരും സ്തുതിക്കാൻ തുടങ്ങി. സ്തുതിക്കുമ്പോൾ ഭഗവാൻ ഗജേന്ദ്രൻ്റെ സ്തുതി കേട്ട് വേഗം ഓടി വരണു. ഓടി വരേണ്ട ആവശ്യമില്ല. ഭഗവാനക്ക് രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മുതലുടെ ഉള്ളിൽ തോണിപ്പിച്ചാൽ മതി. ഈ ആനയുടെ കാല് വിട്ട് പോയിക്കോളൂ പറഞ്ഞ് തോണിപ്പിച്ച, ഒരാൾക്ക് തോണിപ്പിക്കുന്നത് ഭഗവാനല്ലേ. അപ്പോൾ ഈ ഗജേന്ദ്രനെ ദ്രോഹിക്കേണ്ട, കാല് വിട്ട് പോയിക്കോളിന് ഉള്ളിൽ തോണിപ്പിച്ചാൽ മതി മുതലയ്ക്ക്, അത് രക്ഷപ്പെടും. പിന്നെ ഇറങ്ങി ഓടി വരേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് ചക്രം മാത്രം പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. പോയി മുതലയെ കൊന്നോളും. അപ്പോൾ എന്താവും? ആനയെ രക്ഷപ്പെടുത്താൻ സാധിക്കും. നേരിട്ട് വരാൻ എന്താ കാരണം? ഇവിടെ പറയുന്നു, ഈ ആന താമരക്കുളത്തിൽ താമര പറിച്ച് ഭഗവാനക്ക് സമർപ്പിക്കാൻ കയ്യിൽ വെച്ചിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ മുതല പിടിച്ചു. അപ്പോൾ ആന വിചാരിച്ചു, ഭഗവാനെ താമര എനിക്ക് സമർപ്പിക്കാതെ ഞാൻ പോകുന്നുണ്ടല്ലോ. ആ സങ്കടം കണ്ടപ്പോഴാണ് ഭഗവാൻ ആ താമരയെ മേടിക്കാനും പിന്നെ താമര മേടിക്കുന്ന രീതിയിൽ ആ ഗജേന്ദ്രനെ ഒന്ന് സ്പർശിക്കണം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനു വേണ്ടി ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി ഓടി വരുന്നു. ഭഗവാനെ കണ്ടപ്പോൾ ഗജേന്ദ്രൻ താമര കയ്യിലെടുത്ത്, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ, നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. താമര സമർപ്പിച്ചു. ഭഗവാൻ ആ താമര സ്വീകരിച്ചു. സാധാരണ വിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന താമരയുടെ തണ്ട് ഉണ്ടാവില്ല. ഇവിടെ ഗജേന്ദ്രൻ ഗുരുവായൂരപ്പൻ്റെ കയ്യിലുള്ള താമരയിൽ ആ താമരയുടെ തണ്ട് കാല് വരെ ഉണ്ടാവും. ഇതാ കാരണം ഭഗവാൻ വേഗം ഓടിയെത്തിയപ്പോൾ ആ താമരയുടെ തണ്ട് മുറിച്ച് ഇടാൻ പോലും സമയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ നേരിട്ടിട്ടു. ഭഗവാൻ അത് കയ്യിൽ സ്വീകരിച്ചു. പിന്നെ ഗജേന്ദ്രൻ്റെ കൈ പിടിച്ച് ഭഗവാൻ പുറത്തേക്ക് വലിച്ചു. അസ്ഥീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേന ത്വം നക്രവർയം വ്യദാരീഹി ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി ത്വത്സാരൂപ്യം പ്രാപ്യതേ ദീപ്യതേ സ്മ. ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ. തൻ്റെ കൈ കൊണ്ട് ഗജേന്ദ്രനെ വെള്ളത്തിൽ നിന്ന് പുറത്ത് വലിച്ചപ്പോൾ മുതല തല കാണിച്ചു. ചക്രം കൊണ്ട് ആ നക്രനെ ആ മുതലയെ വധം ചെയ്തു.
ഇവിടെ എന്താണ് അത്ഭുതം? ഭഗവാനെ സ്തുതിച്ചതും ഭഗവാനുക്ക് താമര സമർപ്പിച്ചതും ആനയാണ്. പക്ഷേ മുതല മോക്ഷം കിട്ടിയത് മുതലയ്ക്കാണ്. മുതല മോക്ഷം കിട്ടിയത് അത് മുതലേന് പേരാണ് കൂടെ കാരണം. എന്താ കാരണം? ഭഗവാനെ നേരിട്ട് സ്തുതിക്കുന്നതിനേക്കാൾ ഭഗവാനെ സ്തുതിക്കുന്ന ഭക്തൻ്റെ കാല് പിടിച്ചാൽ ആദ്യം അവർക്ക് അനുഗ്രഹം കിട്ടും എന്നുകൂടി ഭഗവാൻ കാണിച്ചു തരണം. അങ്ങനെ മുതലയെ സംഹാരം ചെയ്ത് അവനെ ഹൂഹൂവ് ഗന്ധർവലോകത്തിലേക്ക് പറഞ്ഞു വിട്ടു. പിന്നെ ആനയെ കൊണ്ട് തലോടിയപ്പോൾ ആനയുടെ ശരീരം മാറി ഭഗവാന്റെ രൂപം പ്രാപിച്ചു. ചതുർഭുജ ശംഖചക്ര ഗതാപത്മധാരിയെ ഭഗവാന്റെ സാരൂപ്യമുക്തി കിട്ടി. ഇത് ഒരു അത്ഭുതമാണ്. ഒരു രാജാവ് ശാപം കൊണ്ട് ആനയായി മാറി. ശാപം മാറുമ്പോൾ എന്താവണം? വീണ്ടും രാജാവായിട്ടല്ലേ മാറണം. രാജാവായി മാറാതെ ഭഗവാന്റെ രൂപം പ്രാപിച്ചു. എന്താ കാരണം? ഈ ചൊല്ലിയ സ്തോത്രമാണ്, ഗജേന്ദ്ര സ്തുതിയാണ്. ഈ ഗജേന്ദ്ര സ്തുതി ശരണാഗതിയാണ്. എന്നെ മാത്രം രക്ഷിച്ചാൽ പോരാ, മാതൃ പ്രപന്ന പശുപാശ വിമോക്ഷണായ ഗജേന്ദ്രനും പ്രഹ്ലാദനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ മാത്രം രക്ഷിച്ചാൽ പോരാ ഭഗവാനെ, എന്നെപ്പോലെ ആരൊക്കെയാണ് ഗജേന്ദ്രസ്തുതി ചൊല്ലുന്നുവോ എല്ലാവരെയും രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ഗജേന്ദ്രൻ ഒരു ഗുരുനാഥനെ പോലെയാണ്. ഗജയൂഥപായ. അങ്ങനെ ഭഗവാൻ ഗജേന്ദ്രനെ ഒരു ഗരുഡൻ്റെ പുറത്ത് കയറ്റി രണ്ടുപേരും രണ്ട് താർക്ഷ്യന്മാരിലേറി രണ്ടുപേരും ഒപ്പം അല്ലലഞ്ഞേ പരസ്പരം സല്ലപിച്ചും കൊണ്ട്. വാഴക്കുണ നമ്പൂതിരി പാടുമ്പോൾ രണ്ട് താർക്ഷ്യന്മാരിലേറി രണ്ട് ഗരുഡൻ്റെ പുറത്ത് കയറി. കാരണം ഗരുഡൻ്റെ അനുജനം ഉണ്ടാവും. കാരണം വൈകുണ്ഠത്തിൽ നമ്മളൊക്കെ പോയാൽ നമുക്കും ശംഖ് ചക്രം നമുക്ക് നാളുകയും ഉണ്ടാവും. അവിടെ ഒരു മുറി മുഴുവനും ശംഖ് ഒരു മുറി ചക്രമൊക്കെ വെച്ചിട്ടുണ്ട് ഭഗവാൻ. നമ്മളൊക്കെ പോയാൽ നമുക്കും നാളുകൈ നമുക്കും ശംഖ് ചക്രമൊക്കെ കൊടുക്കും. അവിടെ യജമാനൻ ആരാണ്, ഗേറ്റ് കീപ്പർ ആരാണ്, ഒരു വ്യത്യാസമില്ല, എല്ലാവരും ഒരേപോലെയാണ്. അങ്ങനെ ഗരുഡൻ്റെ പുറത്ത് കയറ്റി ഭഗവാൻ കൊണ്ടുപോയി. അങ്ങനെ പോകുന്ന സമയത്ത് ഭഗവാൻ പറയുന്നു, ഏമാം സ്തുവന്തി അണേനാങ്ക്. ഈ ഗജേന്ദ്രമോക്ഷം ആരാണ് രാവിലെ എഴുന്നേറ്റ് ചൊല്ലുന്നുവോ അവർക്കും അന്ത്യസമയത്തിൽ ദദാമി വിമലാം മതിം, നല്ല ബുദ്ധിയെ കൊടുക്കും എന്നാണ് ഭഗവാൻ പറയുന്നു. ഇപ്പോൾ ഗജേന്ദ്രസ്തുതി ചൊല്ലണമെങ്കിൽ 33 ശ്ലോകമാണ്. ഇത്ര 33 ശ്ലോകം ഇപ്പോൾ പ്രായമായ ശേഷം പഠിക്കേണ്ടേ? അതുകൊണ്ട് ആദി ശങ്കരാചാര്യൻ 3 ശ്ലോകത്തിൽ ചുരുക്കി പറഞ്ഞു ഗജേന്ദ്രമോക്ഷം. ചില മഹാത്മാക്കൾ ഒറ്റ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ ഒരു ശ്ലോകമുണ്ട്, പിന്നിൻ കാലിൽ കയറി പിടിച്ചു. അങ്ങനെ ഈ കഥ കൊണ്ട് സ്മരിച്ചാൽ മതി. അല്ല, ഗജേന്ദ്രനെ രക്ഷിച്ച ഭഗവാന്റെ പേരാണ് ഹരി. ആ ഭഗവാന്റെ പേര് 7 പ്രാവശ്യം ജപിച്ചാൽ മതി. ശ്രീഹരയേ നമഃ, ശ്രീഹരയേ നമഃ, ശ്രീഹരയേ നമഃ, ശ്രീഹരയേ നമഃ, ശ്രീഹരയേ നമഃ, ശ്രീഹരയേ നമഃ, ശ്രീഹരയേ നമഃ. 7 പ്രാവശ്യം ഹരിർ ഹരിർ ഹരിരിതി സപ്തകൃത്വ സ്മരേത് ബുധഃ. 7 പ്രാവശ്യം ജപിച്ചാൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്നാണ് പറയുന്നു. പിന്നെ ഗജേന്ദ്രമോക്ഷത്തിന് സാധാരണ ഒരു ഫലസ്ഥിതി കൂടി പറയുന്നു. ദുസ്വപ്നനാശം കുറുവറിയ സിംഹതാം. ദുസ്വപ്നം ബാധിക്കില്ല. ചിലപ്പോൾ സ്വപ്നം ഒരു നല്ല സ്വപ്നം നമുക്ക് വരില്ലേ? അമ്പലത്തിൽ പോയി തൊഴുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ല ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ പറയണ്ടേ? ചില ദിക്കിൽ സ്വപ്നത്തിൽ നമുക്ക് എന്താവും, 4 പോലീസുകാരൻ ലത്തി ചാർജ് ചെയ്യുന്നത് പോലെ, 4 പോലീസുകാരൻ അടിക്കുന്നത് പോലെ സ്വപ്നം. അയ്യോ അയ്യോന്ന് ഭർത്താവ് കരയും. അപ്പോൾ ഭാര്യ മണ്ടയ്ക്ക് അടിച്ച് എഴുന്നേൽക്കൂ, എന്നെ പോലീസുകാരൻ തല്ലുന്നു. പോലീസുകാരല്ലേ, ഞാനാണ് തല്ലുന്നു, എഴുന്നേൽക്കൂ. അപ്പോൾ എഴുന്നേൽക്കൂ, പോലീസ് നീയല്ലേ, രക്ഷപ്പെട്ടു. ചിലപ്പോൾ ഇങ്ങനെ ദുസ്വപ്നം കണ്ടാൽ അതിൻ്റെ ഫലം ഉണ്ടാവും. അങ്ങനെ ദുസ്വപ്നം കണ്ടവർ ഈ ഗജേന്ദ്രമോക്ഷം കൊണ്ട് സ്മരിച്ചാൽ രാവിലെ എഴുന്നേറ്റ് ആ ദുസ്വപ്നം ബാധിക്കില്ലേ എന്നാണ് പറയുന്നു. ദുസ്വപ്നനാശം കുറുവറിയ സിംഹതാം. ഗജേന്ദ്രമോക്ഷത്തോട് നമുക്കിപ്പോൾ നിർത്താം.